ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. നിലമ്പൂരിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം. നിലമ്പൂർ നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ നിലമ്പൂർ ടിവിയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ തീരുമാനിച്ചത്. മാനുവേദൻ സ്കൂൾ റോഡിൽ രാവിലെ 8:30 മുതൽ 10 വരെയും വൈകുന്നേരം 3 മുതൽ 5 വരെയും സ്വകാര്യ ബസ്സുകൾ സഞ്ചരിക്കുന്നത് കർശനമായി തടയും. താഴെ ചന്തകുന്നിൽ ട്രാഫിക് സിഗ്നൽ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് MLAയുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കും. നിലമ്പൂർ ആശുപത്രിയിലേക്ക് വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമൊരുക്കാൻ നഗരസഭ ശ്രമം നടത്തും. ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള വഴിയോര കച്ചവട ബങ്കുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഒഴിവാക്കും. കനോലി പ്ലോട്ടിന് സമീപമുള്ള ഉപയോഗശൂന്യമായ ബങ്കുകൾ ഒഴിവാക്കും. വഴിയോര കച്ചവടം നിശ്ചിത സ്ഥലത്ത് നിർണയപ്പെടുത്തും. KNG റോഡിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ സീബ്ര ലൈനും ഓട്ടോറിക്ഷകൾക്കുള്ള പാർക്കിംഗ് ട്രാക്കും വരയ്ക്കും. നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ KSRTCക്ക് അനുവദിച്ച ട്രാക്കിൽ മാത്രം KSRTC ബസ്സുകൾ നിർത്തണം. മറ്റ് ഭാഗങ്ങളിൽ നിർത്തി യാത്രക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും ഒഴിവാക്കും. ബസ് സ്റ്റാൻഡിലേക്കും തിരിച്ചും സ്വകാര്യ ബസ്സുകൾ മിൽമ റോഡിലൂടെ പോകുന്നത് ഒഴിവാക്കും. റോഡിൽ തിരക്കേറിയ ഭാഗങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്താൻ നഗരസഭ ശ്രമം നടത്തുമെന്നും നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. എടുത്തിടാനുള്ള കാരണം ഒന്ന് നമ്മുടെ നഗരസഭയുടെ മുഖമാണ്. മറ്റൊന്ന് എന്ത് ചെയ്താലും രണ്ടഭിപ്രായമുണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഒന്നിച്ചു നിന്ന് നമ്മളന്ന് അവിടെ ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ആളുകളെ നിലനിർത്തി ബാക്കി അനാവശ്യമായിട്ട് കെട്ടിത്തൂക്കിയിരിക്കുന്ന മുഴുവൻ ഒഴിവാക്കുമ്പോൾ അവിടെ വിഭാഗീയത ഉണ്ടാകുന്നു. നമ്മുടെ നാടിൻ്റെ നല്ല അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് അതിലൊപ്പം നിൽക്കാൻ ഇവിടെ ഉണ്ടാവണം. അതേപോലെ ഹോസ്പിറ്റൽ ഭാഗത്ത് ഇന്ന കാര്യം പറഞ്ഞു, അവിടെ ഒരു സ്ഥലമുണ്ട്. ഞാൻ കഴിഞ്ഞ കാര്യം ഇപ്പോൾ പേ പാർക്കിംഗ് പറയുന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ ഇപ്പോൾ ഓട്ടോയിൽ വരുന്ന ആളുകളോ അല്ലെങ്കിൽ പിന്നെ ടാക്സി വിളിച്ച് വരുന്ന ആളുകളോ അവർക്ക് സ്വന്തമായി വാഹനം ഉണ്ടാവില്ല എന്നെന്തായാലും നമുക്കറിയാം. അവർക്കൊന്ന് കുറച്ച് നിലവിൽ ഓടുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾ അധികം അവിടെ വരാനില്ല സർക്കാർ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഒന്ന് ഫീസ് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. യോഗത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്തഫ കളത്തുംപടിക്കൽ, നിലമ്പൂർ സ്റ്റേഷൻ SI തോമസ് കുട്ടി ജോസഫ്, AMVI ഈസ്റ്റർ യാഷിക, നിലമ്പൂർ PWD റോഡ്സ് വിഭാഗം AEC അനീഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ്, KSRTC നിലമ്പൂർ ഡിപ്പോ GCI P ഷാജി, വിവിധ സംഘടനാ പ്രതിനിധികളായ മുഹമ്മദ് നജീബ്, റിയാസ് കവാട്, സൈദലവി കുന്നുമ്മൽ, SD മത്തായി, റഹീം ചോലയിൽ, C ജയരാജൻ, നിയാസ് ചാലിയാർ, TMS ആസിഫ്, മുഹമ്മദ് അഷ്റഫ്, ഹസ്കർ, ഫൈസൽ തയ്യിൽ, OT നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.